സമയം കണ്ടോ? സമയം 12 മണിയാകുന്നു. ഞങ്ങൾ ഇവിടുത്തെ പോവുകയാണ്. എവിടെയാണെന്നറിയാം? ടർക്കിക്ക്. സോ ഇറ്റ്സ് എ സ്പെഷ്യൽ ട്രിപ്പാണ്. അതെ, ഞങ്ങളാണെങ്കിൽ ഡബ്ലിൻ എയർപോർട്ടിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ സമയം 4:15. ഇപ്പോൾ സമയം വെളുപ്പിന് രാവിലെ 4:15. ഉറക്കം നല്ല ബസ്സിലിരുന്ന് കുറച്ച് നേരം ഉറങ്ങി. ഇനി ബാക്കി ഇനി ഫ്ലൈറ്റിൽ കയറിയിട്ട് വേണം ഉറങ്ങാൻ. അപ്പം നമ്മൾ ചെക്കിനിലേക്ക് പോവുകയാണ്. ഡബ്ലിൻ എയർപോർട്ട് കാണിച്ചു തരട്ടെ. ഡബ്ലിൻ എയർപോർട്ട് കയറി വന്നു. ഞങ്ങൾ ടെർമിനൽ 1-ലാണ്. ടെർമിനൽ 1-ലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ്. ഹലോ, ഞങ്ങളിങ്ങനെ ഡബ്ലിൻ എയർപോർട്ടിൽ ഞങ്ങൾ ടർക്കിഷ് എയർലൈനിലാണ് പോകുന്നത്. സോ ടർക്കിഷ് എയർലൈനിൻ്റെ ബോർഡിങ്ങിന് പോവുകയാണ്. അങ്ങനെ ചെക്കിനെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അകത്തേക്ക് പോകും. നമ്മുടെ എയർപോർട്ട് ഇവിടെ കാണിക്കുന്നതാണ്. ഇസ്താംബുൾ 3 or 4. സോ നമുക്ക് അവിടേക്ക് പോകാം. അപ്പൂസേ നമ്മളെവിടെ പോവാ? കണ്ടോ, വെളുപ്പിനെ 5 മണിയാകാൻ പോവാണ്. പക്ഷേ എയർപോർട്ട് ശരിക്കും ക്രൗഡഡാണ്. നമ്മുടെ വിമാനമാണ് പോയി പുറകെ കിടക്കുന്നത്. കണ്ട ആ കാണുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ വന്നു. 5 മണിയായിട്ടേ ഉള്ളൂ. സോ വെയിറ്റ് ചെയ്യാം. ഇനി 6:15 ഫ്ലൈറ്റ്. സോ ഇപ്പോൾ 5 മണിയായിട്ടേ ഉള്ളൂ. 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. ഒരു പ്ലേ ഏരിയയാണ്. അപ്പോസ് കണക്ക് ഇത് കണ്ടോന്നേ, ഇവിടുത്തെ എയർലൈനിൽ ഇവിടുന്ന് ഏതൊക്കെ ഫ്ലൈറ്റ് ഡിപ്പാർച്ചർ ചെയ്യുന്നതെന്ന് നോക്കി എന്തോരം സ്പേസിലേക്കാണെന്നൊക്കെ നോക്കി. ഫ്രാങ്ക്ഫോർട്ട് എനിക്ക് വായിക്കാൻ പോലും പറ്റുന്നില്ല. ബാഴ്സലോണ, ലിവർപൂൾ, ഏഥൻസ്, ഓ മൈ ഗോഡ്, ബെർലിൻ, ബ്രൂസെൽസ്, കുറേ സ്ഥലങ്ങൾ എനിക്ക് വായിക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ. നമ്മളിത് എവിടെയാണ്? നമ്മൾ ഡബ്ലിൻ എയർപോർട്ടിലാണ്. അയ്യോ, ചേട്ടാ ചായ മേടിക്കാൻ പോയി. ടർക്കിഷ് എയർലൈൻസിനകത്ത് നമ്മൾ നമ്മുടെ സീറ്റ് കണ്ടെത്താൻ പോകണം. നമ്മുടെ സീറ്റ് 27 സോ അതേ കണ്ടത്. അങ്ങനെ ടർക്കിഷ് എയർലൈൻസിൽ നമ്മൾ ലാൻഡ് ബോർഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 4 മണിക്കൂർ ജേർണിയുണ്ട്. 4 മണിക്കൂർ ജേർണിയുണ്ട്. അപ്പൂസിന് വിൻഡോ സീറ്റ് കിട്ടി. അപ്പൂസിൻ്റെ കഴിഞ്ഞ അപ്പൂസ് ചീസ് പറഞ്ഞു. ചീസ് അനൗൺസ്മെന്റ് ഒക്കെ വന്നു. അപ്പോൾ